Good evening, all. So, നമ്മൾ ഇന്ന് LHD അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആസ് എൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് എത്രത്തോളം നമ്മളുടെ ഈ ഒരു എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കേരള PSC നടത്തിയിട്ടുള്ള ഇതിനു മുന്നേ ഉള്ള എക്സാംസ് ഒക്കെ അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് റെഫർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് GT എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നൊന്നല്ല, നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കാരണം ഏറ്റവും മിനിമം ഒരു 10 മാർക്ക് മുതൽ ഒരു മാക്സിമം 20 മാർക്സ് വരെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പം നിങ്ങൾ ബിടെക് ലെവലിൽ പഠിക്കുമ്പോഴും അതേപോലെ തന്നെ PSC ലെവലിൽ പഠിക്കുമ്പോഴും ഒക്കെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മോസ്റ്റ് ഓഫ് യു എങ്ങനെയായിരിക്കും, 2 പാർട്ടായിട്ടായിരിക്കും പഠിക്കുന്നത് അല്ലെ. GT എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പാർട്ടും അതേപോലെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ എക്സാമിന്റെ സിലബസ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ക്രിസ്പ് ആയിട്ടാണ് നമ്മുടെ സിലബസ് GT ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ചാപ്റ്ററിന്റെ പേര് വൈസ് അങ്ങനെയൊന്നും അല്ല തന്നിട്ടുള്ളത്. കാണുമ്പോൾ വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. പക്ഷെ അതിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന GT 1ഉം അതേപോലെ തന്നെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗിന്റെയും ഓൾമോസ്റ്റ് ഒരു 10-15 ചാപ്റ്റേഴ്സോളം നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് GTയിൽ നിന്നുള്ള ഫുൾ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ. അത്ര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല, വളരെ എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പഠിക്കാൻ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ്, ആദ്യത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഒറിജിൻ ഓഫ് സോയിൽ, നമ്മുടെ സോയിലിന്റെ ഒറിജിൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതേപോലെ തന്നെ GT എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ്, നമ്മുടെ 3 ഫേസ് ഡയഗ്രം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ക്വസ്റ്റ്യൻസും കാണാറുണ്ട് അല്ലെ. അതൊരു പേപ്പർ ആണെങ്കിലും ശരി, ഒരു ഡിപ്ലോമ ലെവൽ പേപ്പർ ആണെങ്കിലും ശരി, നമ്മുടെ ആ ഒരു ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്ന, എല്ലാം ഓൾമോസ്റ്റ് ഒരു റിപ്പീറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. തിരിച്ചും മറിച്ചും ഒരു വാല്യൂ തന്ന് മറ്റൊന്ന് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ചാപ്റ്റർ ആണ് ഏത്, നമ്മളുടെ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ്. അപ്പൊ ഈ 2 ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ GTയുടെ ആദ്യത്തെ സെഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ടീന ജോർജ് എന്നാണ്. ഞാൻ M.Tech ഇൻ ജിയോ മെക്കാനിക്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 2013 M.Tech കംപ്ലീറ്റ് ചെയ്ത് ഇതുവരെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. അപ്പം ഏണസ്റ്റ് അക്കാഡമിയിലൂടെ നിങ്ങളെല്ലാം പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കുറെ അധികം തിയറി ക്വസ്റ്റ്യൻസ്, കുറച്ച് ന്യൂമറിക്കൽസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം യൂട്യൂബ് ലൈവ് പോകുന്നുണ്ട്. അപ്പൊ യൂട്യൂബിലൂടെ കാണുന്നവര് എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ആൻസേഴ്സ് ചാറ്റ് ബോക്സിലേക്ക് കമന്റ് ആയിട്ട് ഇടാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. എത്രയോ സെക്കൻഡ്സിന്റെ ഒരു ലാഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. സോ നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: The disintegration of rocks into smaller particles without any change in their chemical composition is known as. Okay, നമ്മുടെ റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, അതിന്റെ കെമിക്കൽ കോമ്പോസിഷന് ഒരു ചേഞ്ചും ഇല്ലാതെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു, ഡിസിൻറ്റഗ്രേഷനെ എന്ത് പേര് വിളിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് നമ്മുടെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. യൂട്യൂബിന്റെ കമന്റ് ബോക്സിലേക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. Disintegration of rocks into smaller particles without any change in their chemical composition. ഓക്കെ, നോക്കട്ടെ ഏറ്റവും ആദ്യം ആരാണ് കമന്റ് ചെയ്യുന്നതെന്ന് നോക്കണം. ഫിസിക്കൽ വെതറിംഗ് ആണോ, കെമിക്കൽ വെതറിംഗ് ആണോ, ബയോളജിക്കൽ വെതറിംഗ് ആണോ, മെറ്റമോർഫിസം ആണോ, ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
കെമിക്കൽ കോമ്പോസിഷന് ചേഞ്ച് ഇല്ലാതെ ഉണ്ടാകുന്ന ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫിസിക്കൽ വെതറിംഗ് ആണ് സ്മോളർ പാർട്ടിക്കിൾസിന്റെ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാകുന്നു വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ പറയുന്നത്. ഇനി കെമിക്കൽ വെതറിംഗ് ആകുമ്പോഴും നമ്മൾ ഈ സെയിം ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്ക് തന്നെയാണ്. പല പല റീസൺസ് കാരണം ഓക്സിഡേഷൻ ആകാം, ഹൈഡ്രേഷൻ ആകാം, ഹൈഡ്രോളിസിസ് ആകാം, കാർബണേഷൻ ആകാം, അങ്ങനെ പല പല റീസൺസ് കാരണം എന്ത് സംഭവിക്കുന്നു? കെമിക്കലി ഒരു ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കെമിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടായി കഴിയുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ പേരന്റ് റോക്കിന്റെ പ്രോപ്പർട്ടീസിനൊക്കെ വ്യത്യാസം വരും. അപ്പൊ നോർമലി നമ്മുടെ എല്ലാ കൊഹിഷൻ ലെസ് സോയിലുകളും നമ്മൾ ഫിസിക്കൽ വെതറിംഗ് വഴിയാണെന്ന് പറയും. ആൻഡ് കൊഹസീവ് ആയിട്ടുള്ള സോയിലുകൾ, അതായത് നമ്മുടെ ക്ലേ പോലത്തെ സോയിലുകളൊക്കെ എന്തിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മൾ പറയുന്നത്? കെമിക്കൽ വെതറിംഗിന്റെ റിസൾട്ട് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സോ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മാച്ച് ദി സോയിൽ ടൈപ്സ് വിത്ത് ദർ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻസ്. കുറച്ച് സോയിലിന്റെ പേരുകൾ തന്നിട്ടുണ്ട്, അതിനെ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. എന്താണ് അവരുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാനായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യം 1, 2, 3, 4 നമ്പേഴ്സ് ഇട്ട് റെസിഡ്യുവൽ സോയിൽ, അലൂവിയൽ സോയിൽ, എയോളിയൻ സോയിൽ, ഗ്ലേഷ്യർ സോയിൽ തന്നിട്ടുണ്ട്. ആൻഡ് ABCD 4 ഓപ്ഷൻസ് തന്നിട്ട് അവരുടെയൊക്കെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, സോ ഒറിജിൻ ഓഫ് സോയിലിൽ നിന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടേബിൾ ആണ് ഏത് ടൈപ്പ് ആണ് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്, ആൻഡ് ആ ഓരോ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ടൈപ്പ് സോയിൽ ആണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്നുള്ളത്. റെസിഡ്യുവൽ സോയിൽ. ആരാണ് റെസിഡ്യുവൽ സോയിൽ എന്ന് പറഞ്ഞാല്? റെസിഡ്യൂ, അതായത് നമ്മുടെ ഡിസിൻറ്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കാറ്റടിച്ചോ വെള്ളം കൊണ്ടോ കുറെ മണ്ണൊക്കെ വേറൊരു പ്ലേസിൽ പോയി ഡിപ്പോസിറ്റ് ആകാം. പക്ഷെ ചിലപ്പോൾ എന്ത് പറ്റത്തില്ല, ഈ ഒരു പരിപാടി നടക്കത്തില്ല. ആ പേരന്റ് റോക്കിന്റെ മേളിൽ തന്നെ എന്തായി പോകും? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത പാർട്ടിക്കിൾസ് അവിടെ ഡിപ്പോസിറ്റ് ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള മണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിഡ്യുവൽ സോയിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മളുടെ ഓപ്ഷൻസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്ലേസ് ഓഫ് ഫോർമേഷനിൽ തന്നെ ഇരിക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിഡ്യുവൽ സോയിൽ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താന്ന് നോക്കിക്കേ. അലൂവിയൽ സോയിൽ എന്നാണ് തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ റെസിഡ്യുവൽ സോയിലിന്റെ ഓപ്ഷനെ ഞാൻ 1 റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അലൂവിയൽ സോയിൽ നമുക്ക് എല്ലാവരും കേട്ട് പരിചയമുള്ളതാണ്. നമ്മളുടെ ഡെപ്പോസിറ്റ്സ് ഓഫ് റിവർ, റിവർ ഒഴുകി കൊണ്ടുപോയി ഇടുന്നവരെയാണ് നമ്മൾ നോർമലി എന്ത് വിളിക്കുന്നത്? അലൂവിയൽ സോയിലിനെ വിളിക്കുന്നത്. സോ അലൂവിയൽ സോയിൽ ഓപ്ഷൻ 2 എന്തിലേക്ക് പോയി? എയിലേക്ക് പോയി. എയോളിയൻ സോയിൽ. ആരാണ് എയോളിയൻ സോയിൽ? നമ്മളുടെ കാറ്റടിച്ച് കൊണ്ടുപോയി ഇടുന്നവരെയാണ് നമ്മൾ നോർമലി എന്ത് വിളിക്കുന്നത്? എയോളിയൻ സോയിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ എയോളിയൻ സോയിലിന് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടിയുണ്ട്. അതായത് നമ്മുടെ ലോയസ് ഒരു എയോളിയൻ സോയിലിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുക. സോ സോയിൽ ഫോംഡ് ബൈ വിൻഡ് ഡിപ്പോസിഷൻ ആണ് ആരെന്ന് പറയുന്നത്? എയോളിയൻ സോയിൽ. ഇനി നാലാമതായിട്ട് ആരാ ഉള്ളതെന്ന് നോക്കി. ഗ്ലേഷ്യർ സോയിൽ. ആ പേരിൽ തന്നെയുണ്ട്, അല്ലെ? ആരാ? ഗ്ലേഷ്യേഴ്സ് കൊണ്ടുപോകുന്ന സോയിൽ. നമ്മുടെ ഐസ്ബർഗ്സ്, ഗ്ലേഷ്യേഴ്സ് കൊണ്ടുപോകുന്ന സോയിലിനെയാണ് നമ്മൾ ഗ്ലേഷ്യർ സോയിൽ എന്ന് പറയാം. സോ ബി കറസ്പോണ്ട്സ് ടു ആരാണ്? 4 ആയി. ഇനി അവിടെ ഗ്ലേഷ്യൽ ഡിപ്പോസിറ്റ്സിനെ തന്നെ നമ്മൾ വീണ്ടും 2 ആയിട്ട് പറയാറുണ്ട്. അത് എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. ഗ്ലേഷ്യൽ ഡിപ്പോസിറ്റ്സ് 2 പേരുണ്ട്, ഡ്രിഫ്റ്റും ടില്ലും. ടിൽ എന്ന് പറയുമ്പോൾ മെൽറ്റ്, ടില്ല് മെൽറ്റ്, അങ്ങനെ ഓർക്കാം. നമ്മുടെ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ആയി ഫോം ചെയ്യുന്നവരെയാണ് നമ്മൾ ടിൽ എന്ന് വിളിക്കുക. ആൻഡ് ഗ്ലേഷ്യേഴ്സ് കൊണ്ടുപോയി ട്രാൻസ്പോർട്ട് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക എന്തൊക്കെയാണുള്ളത്? ഡ്രിഫ്റ്റും ടില്ലും 2 ഓപ്ഷൻസ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന. അപ്പൊ ടിൽ എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ടിൽ ഇസ് ഫോംഡ് ബൈ മെൽറ്റിംഗ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ഇത് കൂടാതെ നമുക്ക് ട്രാൻസ്പോർട്ടിങ് ഏജൻസി ഒരെണ്ണം കൂടിയുണ്ട്, അല്ലെ? എന്താണ്? നമ്മുടെ ഗ്രാവിറ്റി. ഗ്രാവിറ്റി മൂലം നമുക്ക് സോയിൽ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടഡ് ആയി പോകും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളൂവിയൽ സോയിൽ. ആൻഡ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു ആര്? ടാലസ്. അതേപോലെ തന്നെ ലേക്കിൽ ഡിപ്പോസിറ്റ് ആകുന്നവരെ നമ്മൾ ലാക്കസ്ട്രിൻ സോയിൽ എന്ന് പറയാറുണ്ട്.
അതേപോലെ സീ സൈഡിൽ ഡിപ്പോസിറ്റ് ആവുന്നവരെ നമ്മൾ മറൈൻ സോയിൽ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത്രയും പേരുകൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു ഡിപ്ലോമ ലെവൽ ആണെങ്കിലും ശരി, ബിടെക് ലെവൽ എക്സാമിനാണെങ്കിലും ശരി, ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? 1 കറസ്പോണ്ട്സ് ടു സി ആണ്, 2 കറസ്പോണ്ട്സ് ടു എ ആണ്, 3 കറസ്പോണ്ട്സ് ടു ഡി ആണ്. അപ്പൊ നമ്മുടെ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് മാച്ച് ആയി തന്നെ. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. The volume of voids in a soil mass is the sum of. The volume of voids in a soil mass is the sum of എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ഒറിജിൻ ഓഫ് സോയിലിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ എന്തിലേക്ക് പോവുകയാണ്? നമ്മുടെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പൊ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ 3 phase ഡയഗ്രാം, അല്ലെ? അപ്പൊ നമ്മുടെ 3 phase ഡയഗ്രാം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു സോയിലിനെ സംബന്ധിച്ചിടത്തോളം സോയിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ചൊരു സ്ഥലത്ത് പോയി കുറച്ച് മണ്ണെടുത്തുകൊണ്ട് വന്ന് നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്താല് നമുക്ക് അതിനകത്ത് 3 phases ഓഫ് മെറ്റീരിയൽസ്, മാറ്റേഴ്സ് കാണാൻ പറ്റും. എന്തൊക്കെയാണ്? ചിലപ്പോൾ നമുക്ക് സോളിഡ്സ് കാണാൻ പറ്റും, ചിലപ്പോൾ അല്ല, ഉറപ്പായിട്ട് നമുക്ക് സോളിഡ്സ് കാണാൻ പറ്റും, നമ്മുടെ ഗ്രെയിൻസ് കാണാൻ പറ്റും. ഇനി സപ്പോസ് ഒരു ചെറിയ മഴ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് ഞാൻ മണ്ണെടുത്തിട്ട് വരിക. അപ്പൊ എന്റെ മണ്ണിന് ചെറിയൊരു നനവുണ്ട്, അപ്പൊ എനിക്ക് വാട്ടർ കാണാൻ പറ്റും. അതേപോലെ ഭയങ്കര മഴയൊന്നും പെയ്തില്ല, ചെറിയൊരു മഴയായിരുന്നു, അപ്പൊ കുറച്ച് മണ്ണൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. സോ ഉണക്കായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എയറും കാണാനായിട്ട് പറ്റും. അപ്പം നമ്മളൊരു സോയിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ സോയിൽ എപ്പോഴും ഒരു 3 phase സിസ്റ്റം ആണെന്ന് പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 3 different states ഓഫ് മാറ്റർ അല്ലെങ്കിൽ 3 different phases കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്? ബിക്കോസ് നമുക്ക് സോയിൽ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇങ്ങനെ 3 പേര് വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് അനലൈസ് ചെയ്യാൻ പാടായിരിക്കും. അപ്പം ഇവർ ഓരോരുത്തർക്കും ഓരോ പ്രോപ്പർട്ടീസ് ആണ്, അപ്പൊ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഒരു ഡയഗ്രമാറ്റിക്സ് ബിഹേവിയർ കാണിക്കുന്നു, വിച്ച് ഇസ് ഗിവൺ ബൈ എയർ, വാട്ടർ, സോളിഡ്സ്. ആൻഡ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതാറുണ്ടായിരുന്നു അല്ലെ? എങ്ങനെയായിരുന്നു? നമ്മള് എയറും വാട്ടറും സോളിഡ്സിനും ഒക്കെ വോളിയൂംസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. VA, VW, VS, വോളിയൂം ഓഫ് എയർ, വോളിയൂം ഓഫ് വാട്ടർ, വോളിയൂം ഓഫ് സോളിഡ്സ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നമ്മുടെ എയറും വാട്ടറും എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ വോയിഡ് സ്പേസസ് അല്ലെ, എംപ്റ്റി സ്പേസസ്, അല്ലെങ്കിൽ നമ്മുടെ പോർസിനകത്ത് ഇരിക്കുന്ന ആൾക്കാരാണ് എയറും വാട്ടറും. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും കൂടെ വോളിയം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് വോയിഡ്സ് കിട്ടുന്നു. ആൻഡ് വോളിയം ഓഫ് വോയിഡ്സും വോളിയം ഓഫ് സോളിഡ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? വോളിയം ഓഫ് സോയിൽ കിട്ടും. അപ്പൊ ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് ഈ സോയിലും സോളിഡും എന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻ ആണ്. നമ്മുടെ ഗ്രെയിൻസിനെ നമ്മൾ സോളിഡ്സ് എന്ന് വിളിക്കുന്നു. ഇതെല്ലാവരുടെയും കൂടെ കോമ്പിനേഷൻ വരുമ്പോഴാണ് നമ്മൾ സോയിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് സോയിൽ, വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ്. യെസ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വോളിയം ഓഫ് വോയിഡ്സ് ഇൻ സോയിൽ മാസ് എന്താണ്? സോ ആ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. ഓപ്ഷനിൽ കമന്റിൽ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്, വിച്ച് ഇസ് വോളിയം ഓഫ് എയർ ആൻഡ് വോളിയം ഓഫ് വാട്ടർ. യെസ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, വോയിഡ് റേഷ്യോ ഇ ഈസ് ഡിഫൈൻഡ് ആസ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇനി എന്തുണ്ടായിരിക്കണം? നമ്മളുടെ ആ ഒരു 3 phase ഡയഗ്രാം ഈ ഒരു സെഷൻ, ഇന്നത്തെ സെഷൻ മൊത്തം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് എന്താ തന്നേക്കുന്നത്? വോയിഡ് റേഷ്യോ ഇ ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? ആൻസർ കമന്റ് ചെയ്യാവുന്നതാണ്. വോയിഡ് റേഷ്യോ ഇ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് നമുക്കറിയാൻ പറ്റും. നമ്മൾ കുറെ വോയിഡ്സും കുറെ വോളിയൂംസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നല്ലേ? അപ്പൊ വോളിയൂംസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പം നമ്മൾ ഇവരുടെ ഒരു റേഷ്യോ എടുക്കാൻ പോവാം. സോ നോർമലി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനെങ്കിലും നമ്മളൊരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നതിനെയാണ് റേഷ്യോ എന്ന് സാധാരണ വിളിക്കാറ്. അപ്പൊ ഇവിടെ എന്തിന്റെ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്? വോയിഡ് റേഷ്യോ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വോയിഡ് റേഷ്യോ ആകുമ്പം ഈ നമ്മൾ എങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാൻ? വോയിഡിന്റെ റേഷ്യോ. നമുക്ക് വോയിഡിനെ കാണിച്ചു തന്നത് ആരാ?
വോളിയം ഓഫ് വോയിഡ്സ് ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു കമ്പയർ ഇറ്റ്, എന്തെങ്കിലും മറ്റൊരാളിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. നോർമലി നമ്മൾ വോയിഡ് റേഷ്യോ പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സോയിലിനകത്ത് എത്ര വോയിഡ്സ് ഉണ്ട് കമ്പയർ ടു എത്ര സോളിഡ്സ്. അപ്പൊ VV/VS ആണ് നമ്മൾ എന്ത് വിളിക്കാൻ പോകുന്നത്, വോയിഡ് റേഷ്യോ എന്ന് വിളിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ് ആയിരിക്കും ആര്, വോയിഡ് റേഷ്യോ. ഇനി ഇതേപോലെ തന്നെ വേറെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, ഒരു 2-3 കൂടെ നമുക്ക് നോക്കാം. പോറോസിറ്റി നമ്മൾ N എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ടായിരുന്നു അല്ലെ, പോറോസിറ്റി അല്ലെങ്കിൽ പെർസെന്റേജ് വോയിഡ്സ്. അപ്പൊ എന്തായിരിക്കും പോറോസിറ്റിയുടെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, പെർസെന്റേജ് വോയിഡ്സ്. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എന്താ, അത് എത്രയുണ്ട് ബൈ മറ്റൊരു ക്വാണ്ടിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും, വോയിഡ്സ് എന്ന് പറയുന്നത് VV ആണെന്ന് നമുക്കറിയാം. സോ VV/V into 100%നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോറോസിറ്റി എന്ന് വിളിക്കുക. അതേപോലെ തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടേം ആയിരുന്നു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ, നമുക്ക് നമ്മുടെ മണ്ണിനകത്ത് എത്രത്തോളം വോയിഡ് സ്പേസസ് അല്ലെങ്കിൽ എത്രത്തോളം എംപ്റ്റി സ്പേസസിൽ വാട്ടർ ഉണ്ടെന്ന് കാണിച്ചു തരുന്നതായിരുന്നു അല്ലെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷനെ ഒരു റേഷ്യോ ആയിട്ട് എഴുതാറ്, ഡിഗ്രി ഓഫ് സാച്ചുറേഷനെ നമുക്ക് എങ്ങനെ ഒരു റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റും, ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പറയുന്നത്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്, വോളിയം ഓഫ് വാട്ടർ, എത്ര വോളിയം ഓഫ് വാട്ടർ ഉണ്ട് ഇൻ വോളിയം ഓഫ് വോയിഡ്സ്, എന്റെ വോയിഡ് സ്പേസസ്, എന്റെ എംപ്റ്റി സ്പേസസിനകത്ത് എത്ര വെള്ളമുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇൻടു 100%. ഇനി പിന്നെ നമുക്ക് ഉണ്ടായിരുന്നായിരുന്നു എയർ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ടേം. എന്തായിരിക്കും എയർ കണ്ടന്റ്, എയർ കണ്ടന്റ് വിച്ച് മീൻസ് ദാറ്റ് എത്രത്തോളം എയർ ഉണ്ട്, വോളിയം ഓഫ് എയർ ഇൻ ടോട്ടൽ വോളിയം അല്ല, പകരം എന്താണ് വോളിയം ഓഫ് വോയിഡ്സിൽ എത്ര എയർ ഉണ്ട് കാണിച്ചു തരുന്നതാണ് എയർ കണ്ടന്റ് ഇൻടു 100%. അതേപോലെ തന്നെ മറ്റൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു NA അല്ലെ, പെർസെന്റേജ് എയർ വോയിഡ്സ്. പെർസെന്റേജ് വരുന്ന കാര്യങ്ങളെല്ലാമാണ് നോർമലി നമ്മൾ എന്തിന്റെ ടേംസിൽ പറയുക, ടോട്ടൽ വോളിയത്തിന്റെ ടേംസിൽ പറയുന്നത്. അപ്പൊ വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ഇൻടു 100%നെ നമുക്ക് എങ്ങനെ വിളിക്കാം, NA എന്ന് വിളിക്കാം. സോ നമ്മുടെ വോളിയമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സോ 5ാമത്തെ ചോദ്യം ഇതാണ്, ഇൻ എ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സോയിൽ ദി എയർ കണ്ടന്റ് ഇസ്. ഒരു കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സോയില് എത്രയാണ് എയർ കണ്ടന്റ്, ഒരു കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സോയിൽ ആയി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, നമ്മൾ പറഞ്ഞു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. യെസ്, ഓപ്ഷൻ എ തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എംപ്റ്റി സ്പേസസിൽ വെള്ളമുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മളുടെ മണ്ണിന്റെ എംപ്റ്റി സ്പേസസിനകത്ത് എല്ലാം വെള്ളമാണ്. അപ്പൊ പിന്നെ അതിനകത്ത് എയറിന് ഇരിക്കാൻ പറ്റില്ല. സോ എയർ കണ്ടന്റിന്റെ വാല്യൂ എത്രയായിരിക്കും, 0%. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് 0%. യെസ്. 6ാമത്തെ ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം ഇതാണ്, ദി ടേം വാട്ടർ കണ്ടന്റ് ഇൻ സോയിൽ ഇസ് ഡിഫൈൻഡ് ആസ്. ടേം വാട്ടർ കണ്ടന്റ് ഇൻ സോയിൽ. അപ്പൊ നമ്മളിപ്പോ കുറെ റിലേഷൻസ് ആരെ വെച്ച് പഠിച്ചു, വോള്യൂംസ് വെച്ച് പഠിച്ചു അല്ലെ. വോള്യൂം ഓഫ് വോയിഡ്സ്, സോളിഡ്സ്, എയർ, വാട്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ഡെഫിനിഷൻസ് പഠിച്ചു. അതേപോലെ തന്നെ 3 ഫേസ് ഡയഗ്രത്തിന്റെ മറ്റൊരു സൈഡില് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഒരു ലാബിൽ പോയി കണ്ടുപിടിക്കാൻ പറ്റുന്ന, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന മറ്റു കുറച്ച് സോയിൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു അവരുടെയൊക്കെ വെയിറ്റുകൾ. അപ്പം എന്തിന്റെയൊക്കെ വെയിറ്റുകൾ നമുക്ക് അളക്കാൻ പറ്റും, എയറിന് വെയിറ്റ് ഉണ്ടോ, എയറിന്റെ വെയിറ്റ് നമ്മൾ നോർമലി നെഗ്ലിജിബിൾ എന്നാണ് അസ്യൂം ചെയ്യുന്നത് അല്ലെ, 0 നെഗ്ലിജിബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അളക്കാൻ പറ്റുന്ന വെയിറ്റുകൾ എന്തൊക്കെയായിരിക്കും, നമ്മുടെ വെയിറ്റ് ഓഫ് സോളിഡ്സ്, നമ്മുടെ ഗ്രെയിൻസിന്റെ വെയിറ്റ് നമുക്ക് അളക്കാൻ പറ്റും, വെയിറ്റ് ഓഫ് വാട്ടർ അളക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ മാസും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്,
The term water content in soil is defined as എന്താണ്? വാട്ടർ കണ്ടന്റ് എന്താണെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്ത് പറയാം? വാട്ടർ കണ്ടന്റ്, വെള്ളം എത്രയുണ്ട്. അപ്പൊ വാട്ടർ കണ്ടന്റ് വെള്ളം എത്രയുണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ന്യൂമറേറ്റർ ആരായിരിക്കണം? വെയിറ്റ് ഓഫ് വാട്ടർ ആയിരിക്കണം. ഇനി അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്, വെയിറ്റ് ഓഫ് വാട്ടറിനെ സോളിഡ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യണോ, ടോട്ടൽ വെയിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യണോ? ഇപ്പോൾ ഇവിടെ നമ്മള് ടോട്ടൽ വെയിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം, അതായത് കുറച്ച് മണ്ണെടുത്തു, അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യും. അപ്പൊ എന്താ? വെയിറ്റ് ഓഫ് വാട്ടറും കൂടും, ടോട്ടൽ വെയിറ്റും കൂടും. വീണ്ടും ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തു, വെയിറ്റ് ഓഫ് വാട്ടറും കൂടും, ടോട്ടൽ വെയിറ്റും കൂടും. അപ്പൊ രണ്ട് പാരാമീറ്റേഴ്സും ഒരേപോലെ മാറിക്കൊണ്ടിരുന്നാല് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും കമ്പാരിസന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പൊ ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ട് അതിൽ പിന്നെയും വെള്ളം ഒഴിച്ചു എന്നും പറഞ്ഞ് ആറുടെ വാല്യൂവിന് വ്യത്യാസം വരില്ല, വെയിറ്റ് ഓഫ് സോളിഡ്സിന് വ്യത്യാസം വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സിനെ ആയിരിക്കണം എന്ത് വിളിക്കേണ്ടത്? വാട്ടർ കണ്ടന്റ് എന്ന് വിളിക്കേണ്ടത്. സോ വളരെ ഇമ്പോർട്ടന്റ്. വെയിറ്റ് ഓഫ് ടോട്ടൽ വെയിറ്റ് അല്ല നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, പകരം എന്താണ്? വെയിറ്റ് ഓഫ് സോളിഡ്സിന്റെ ബേസിസിലാണ് നമ്മൾ ആരെ പറയുന്നത്? വാട്ടർ കണ്ടന്റ് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഈ തെറ്റിദ്ധരിക്കരുത്, വാട്ടർ കണ്ടന്റും ഡിഗ്രി ഓഫ് സാച്ചുറേഷനും സെയിം അല്ല. വാട്ടർ കണ്ടന്റ് വെയിറ്റിന്റെ ടേംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, എന്നാൽ എത്ര എം ടി സ്പേസസിൽ വെള്ളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് നമ്മുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. What is the unit of specific gravity of soil solids? Unit of specific gravity of soil solids. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ യൂണിറ്റ് എന്നാണ് ചോദിച്ചത്. യെസ്, ഓപ്ഷൻ സി കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പല സ്ഥലത്ത് പഠിക്കുന്ന ഒരു ടേമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി, അല്ലെ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ? നോർമലി നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനൊരു സോളിഡ് ഗ്രെയിൻ എടുത്തു. ഓക്കെ, ഒരു സോളിഡ് ഗ്രെയിൻ എടുത്തു. ആ സോളിഡ് ഗ്രെയിനിന് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും, ഒരു വോള്യൂം ഉണ്ടായിരിക്കും. ആ വെയിറ്റ് ഓഫ് സോളിഡ്സിനെ ഞാൻ WS എന്ന് വിളിക്കുന്നു, വോള്യൂം ഓഫ് സോളിഡിനെ PS എന്ന് വിളിക്കുന്നു. ഇതേ സെയിം വോള്യൂം വരുന്ന രീതിയിൽ ഞാൻ കുറച്ച് വാട്ടർ എടുത്ത് വെക്കാൻ പോവാം. ഓക്കെ, വാട്ടർ എടുത്തു, സെയിം വോള്യൂം ആയിരിക്കണം. വോള്യൂം ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു വോള്യൂം ഓഫ് സോളിഡ്സിനോട് ഈക്വലന്റ് ആയിട്ട് വെള്ളം എടുത്തു. അപ്പൊ എനിക്കൊരു വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്റെ വെള്ളത്തിനെക്കാട്ടിലും എത്ര ഭാരമേറിയതാണ് നമ്മളുടെ സോളിഡ് ഗ്രെയിൻ എന്ന് കണ്ടുപിടിക്കുന്ന ടേം ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സിംപ്ലി പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ വോള്യൂം ഓഫ് സോളിഡ്സ് ടു ദി വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വോള്യൂം ഓഫ് വാട്ടർ, വേറെ ഇവര് രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നമ്മളൊരു 27 ഡിഗ്രി സെൽഷ്യസിലാണ് എപ്പോഴും സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോ രണ്ടുപേരും ഒരേപോലെയാണ് നിൽക്കുന്നത്, അല്ലെ? വെയിറ്റ് ബൈ വോള്യൂം, വെയിറ്റ് ബൈ വോള്യൂം ആയതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? നോ യൂണിറ്റ് ആയിരിക്കും. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S is given by, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S എന്താണ്? എത്ര എം ടി സ്പേസസിൽ വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, which is ഓപ്ഷൻ എ ആണ്. ദാറ്റ് is വോള്യൂം ഓഫ് വാട്ടർ ടു ദി വോള്യൂം ഓഫ് വോയിഡ്സ് into 100%. ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Specific gravity of soil solids typically ranges between, നമ്മുടെ മണ്ണിന്റെ നോർമലി നമ്മൾ എടുക്കുന്ന സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് വാല്യൂസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ്സ് ടിപ്പിക്കലി എങ്ങനെയാണ് റേഞ്ച് ചെയ്യുന്നത്? 0.5 ആണോ, 1.5 ആണോ, 1.5 to 2 ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ എന്താണ് ഇക്വേഷൻ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് നമ്മൾ പിന്നീട് പഠിക്കും. അതായത് പൈക്നോമീറ്റർ ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, നമ്മൾ ഡീല് ചെയ്യുന്നത് എപ്പോഴും ഒരു ഓർഗാനിക് സോയിലുകൾ അല്ലെങ്കിൽ ഒരു ഇൻഓർഗാനിക് സോയിൽ ആയിരിക്കും. നമ്മൾ ഡിസിന്റഗ്രേഷൻ വഴി കിട്ടുന്ന നമ്മുടെ മണ്ണാണ് ഇൻഓർഗാനിക് സോയിൽ, ഡീകമ്പോസിഷൻ വഴി കിട്ടുന്നതാണ് ഓർഗാനിക് സോയിൽ. നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും ഇൻഓർഗാനിക് സോയിലിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇൻഓർഗാനിക് സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു 2.6 മുതൽ 2.8 വരെയൊക്കെയാണ്. അപ്പം ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വാല്യൂ റേഞ്ച് ഏതാണ്? 2.4 to 2.8. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യം, വിച്ച് ഇക്വേഷൻ ഇസ് കറക്റ്റ് ഫോർ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ? ഇതിൽ ഏത് ഇക്വേഷൻ ആണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ നമ്മൾ ഡെൻസിറ്റിക്ക് പറയുന്ന മറ്റൊരു പേരാണ് യൂണിറ്റ് വെയിറ്റ്. അപ്പൊ ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമ്മൾ നോർമലി ചെയ്യാറ്? സിംപ്ലി വോളിയം ബൈ വെയിറ്റ് ബൈ വോളിയം ചെയ്താൽ മതിയാകും. അപ്പൊ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ നിൽക്കാം ചിലപ്പം. ശരിക്കും നമ്മള് സോയിലിനെ വെച്ച് പറയുമ്പം എപ്പോഴും നമ്മള് ഡെൻസിറ്റി അല്ലെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയണമായിരുന്നു. അതേപോലെ തന്നെ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞും നമുക്ക് ചോദിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാത്തിന്റെയും അണ്ടറിൽ വോളിയം ആയതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. അവർ ഉദ്ദേശിക്കുന്നത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു സിംപ്ലി എന്തായിരിക്കും? വെയിറ്റ് ബൈ വോളിയം ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 11ാമത്തെ ചോദ്യം ഒരു ചെറിയ പ്രോബ്ലം ആണ്, ചെയ്ത് നോക്കാം. If the water content of a soil sample is 20%, weight of dry soil is 50 kg, what is the weight of water? വളരെ സിമ്പിൾ ചോദ്യം. നമ്മൾ ഇവരൊക്കെ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വാട്ടർ കണ്ടന്റ് ഓഫ് എ സോയിൽ സാമ്പിൾ 20% ആണ്. വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ 50 kg ആണെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചാറ്റ് ബോക്സിലേക്ക് കമന്റ് ബോക്സിലേക്ക് ഇടാവുന്നതാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത്. വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് വാട്ടർ ആണ് കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം, സോറി, നമ്മുടെ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ഇൻടു 100 ആയിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് ഗിവൺ ഡേറ്റാസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വാട്ടർ കണ്ടന്റ് 20 ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ എനിക്ക് അറിയില്ല. വെയിറ്റ് ഓഫ് സോളിഡ്സ് 15 തന്നിട്ടുണ്ട് ഇൻടു 100. യെസ്, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 15 100 ക്യാൻസൽ ആയിട്ട് 2 ടൈംസ് വന്നു. അപ്പൊ 2 times WW is equal to 20 എന്ന് വന്നു. അപ്പൊ WW എന്തായിരിക്കും? 10 kg. ന്യൂമറിക്കൽസ് വരുമ്പം ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്ത് ചെയ്യുന്നു. അതൊക്കെ നിങ്ങൾക്ക് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക, വിച്ച് ഇസ് 10 kg. 12ാമത്തെ ചോദ്യം, a soil with high void ratio E and high porosity N is likely to be. The soil high porosity N ഉം high void ratio E ആണെങ്കിൽ അത് എന്ത് കാറ്റഗറിയിൽ പെടുത്താമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൻസ് ആണോ, കോമ്പാക്ട് ആണോ, ലൂസ് ആണോ, ഹാർഡ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കാം ആൻസർ? എല്ലാം കൂടുതലാണ് അല്ലെ? വോയിഡ് റേഷ്യോ കൂടുതലാണ്, പോറോസിറ്റി കൂടുതലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരുപാട് പോർ സ്പേസസ് ഉണ്ടെന്നാണ്. അപ്പൊ ഒരുപാട് പോർ സ്പേസസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ സോയിൽ എന്ത് കണ്ടീഷനിലാണ് നിൽക്കുന്നത്? ഒരു ലൂസ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോയിൽ ഈസ് ഇൻ
used it. Yes. Next question നോക്കാം. Which parameter is always greater than porosity in a soil mass? Okay, which parameter is always greater than porosity in a soil mass? ഉറപ്പായിട്ടും പോറോസിറ്റിനെക്കാട്ടിലും വലിയതാണ് എന്ന് കാണിക്കാൻ പറ്റുന്നത് ഇതിൽ ഏത് പാരാമീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എയർ കണ്ടന്റ് ആണോ, വോയിഡ് റേഷ്യോ ആണോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണോ, സ്പെസിഫിക് ഗ്രാവിറ്റി ആണോ? ഇത് ഇത്തിരി ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് ശരിയാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്ന ആളിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോറോസിറ്റിനെ വെച്ചാണ്. ഓക്കെ, നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ഇവിടെ എന്താ വന്നേക്കുന്നത്? നമുക്ക് പോറോസിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ പോറോസിറ്റി നമുക്ക് ഗ്രേറ്റർ ആണോ ലോവർ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ എന്തിനു വേണ്ടി വേണം കൊടുക്കാൻ? നമ്മൾ പോറോസിറ്റിയും വോയിഡ് റേഷ്യോയും തമ്മിൽ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് n/1 - n ആയിരിക്കും. ഓക്കെ, അപ്പൊ വിച്ച് മീൻസ് ദാറ്റ് നമ്മളുടെ പോറോസിറ്റിനെക്കാട്ടിലും എപ്പോഴും ഗ്രേറ്റർ ആവാനുള്ള ഒരു ടെൻഡൻസിയാണ് ആര് കാണിച്ചു തരുന്നത്? നമ്മളുടെ ഈ വാല്യൂ കാണിച്ചു തരുന്ന റീസൺ എന്താ? ഇവിടെ നമ്മൾ ന്യൂമറേറ്റർ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്നാ, പക്ഷെ താഴെ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പം 1 - n ആകും. അപ്പൊ 1 - ഒരു നമ്പർ ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അത് ഒന്നിൽ താഴെയായി. ഒന്നിൽ താഴെയായിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ വന്നാൽ ഇവിടെ എന്തായി? കൂടും, ഇവിടെ എന്തായി? കുറഞ്ഞു, ഇല്ലേ? അപ്പം എപ്പോഴും വോയിഡ് റേഷ്യോ ആണ് പോറോസിറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ ആവാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് അറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് അറിയാൻ പറ്റുന്ന ആരാണ്? വോയിഡ് റേഷ്യോ ഇ ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളവരൊക്കെ കൂടുതലാകാം, ഈക്വൽ ആകാം, കുറവാകാം, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? പോറോസിറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആരായിരിക്കും? എപ്പോഴും വോയിഡ് റേഷ്യോ ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 14ാമത്തെ ചോദ്യം. If air content of a soil sample is 0%, then which of the following is true? ഈ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ കണ്ടിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ നോക്കുക. എന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ എയർ കണ്ടന്റ് AC ഓഫ് സോയിൽ സാമ്പിൾ 0% ആണെങ്കിൽ ഇതിൽ ഏത് കണ്ടീഷൻ ആണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അപ്പൊ ഏതാണ് ട്രൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? സോയിൽ എന്തായിരിക്കും? ഫുൾ എയർ കണ്ടന്റ് 0 അതായത് എയറേ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ വോയിഡ്സിനകത്ത് എല്ലാം ആര് മാത്രമേ ഉള്ളൂ? വാട്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സോയിൽ എന്തായിരിക്കും? ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If void ratio E of a soil sample is greater than 1, which of the following statements is correct? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട ടൈപ്പാണ്. മറ്റേ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന പോലെ ഡയറക്റ്റ് ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ തന്നേക്കുന്നത്? വോയിഡ് റേഷ്യോ ഓഫ് സോയിൽ സാമ്പിൾ 1 കൂടുതലാണെങ്കിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏതായിരിക്കും? വോയിഡ് റേഷ്യോ 1 കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റർ ദാൻ 1 ആയി. ഈ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? PV/VS greater than 1 ആയി. which means that volume of voids എന്താണ്? സോളിഡ്സിനെക്കാട്ടിലും കൂടുതലായി. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ സി അല്ലെ, വോളിയം ഓഫ് വോയിഡ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ആരായിരിക്കും? വോളിയം ഓഫ് സോളിഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 16th question. A soil sample has a water content of 40% and degree of saturation of 100%. What type of soil is this? ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു സോയിൽ സാമ്പിളിന്റെ വാട്ടർ കണ്ടന്റ് 40%
ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% എന്ത് ടൈപ്പ് സോയിലാണ്? ഓക്കെ, അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഡ്രൈ സോയിൽ ആണോ, പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ ആണോ, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആണോ, ലൂസ് സാൻഡ് ആണോ? ഇവിടെ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളുടെ മണ്ണ് ആരായി? ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലായി. നമ്മളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാണ് എന്ത് തരുന്നത്? ഈ വാട്ടർ കണ്ടന്റ് തരുന്നത്. അപ്പൊ ഒരു മണ്ണ് സാച്ചുറേറ്റഡ് ആണോ, ഡ്രൈ ആണോ, പാർഷ്യലി സാച്ചുറേറ്റഡ് ആണോ എന്നൊക്കെ കാണിച്ചു തരുന്നത് എപ്പോഴും ആരായിരിക്കും? നമ്മളുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആയിരിക്കും. മറ്റൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% ആണെങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയാം. ഇനി അവിടെ തന്നെ നമുക്കൊരു ചെറിയ ടേബിളും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. നമ്മുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷനും അതനുസരിച്ച് നമുക്കൊരു റിമാർക്കും നമ്മുടെ സോയിലിന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ 0 ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എങ്കിൽ നമ്മുടെ മണ്ണ് ഡ്രൈ ആ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി 0 to 25% ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഹ്യൂമിഡ് എന്നാണ്. 25 to 50% ആണെങ്കിൽ ഡാംപ് എന്ന് പറയും. 50 മുതൽ 75% ആണെങ്കിൽ മോയിസ്റ്റ് എന്ന് പറയും. 75 to 100 ബട്ട് നോട്ട് ഈക്വൽ ടു 100 ആയിരിക്കണം ആണെങ്കിൽ നമ്മൾ വെറ്റ് എന്ന് പറയും. ആൻഡ് 100%നോട് ഈക്വൽ ആകുമ്പോൾ നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയും. ഓക്കെ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വെച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ടേബിൾ ആണ്. ഇനി ഇത് എങ്ങനെ നമുക്ക് കാണാതെ പഠിച്ചു വെക്കാം? ഇത്ര ഓർക്കുക, ഹാപ്പി ഡേയ്സ് ആർ മോസ്റ്റ് വെൽക്കം. ഹാപ്പി ഡേയ്സ് മോസ്റ്റ് വെൽക്കം. അതിനകത്തെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അവ ഹ്യൂമിഡ്, ഡാംപ്, മോയിസ്റ്റ്, വെറ്റ്, സാച്ചുറേറ്റഡ്. അപ്പം അറിയാൻ വയ്യാത്തവര് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തെ ചോദ്യം. Which of the following conditions leads to the highest degree of saturation? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഏറ്റവും മാക്സിമം ആവാൻ ഉള്ള ഒരു കാര്യം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഗെയിൻ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പം നമുക്ക് ഓപ്ഷൻസിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പൊ എന്താ? എനിക്ക് ഹൈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വേണം. ഹൈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വേണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മുടെ പോയിന്റ്സിനകത്ത് എല്ലാം ആരായിരിക്കണം? വെള്ളമായിരിക്കണം, അല്ലെ? അപ്പം ഹൈ എയർ കണ്ടന്റ്, ലോ വാട്ടർ കണ്ടന്റ് ശരിയാവില്ല. ലോ എയർ കണ്ടന്റ്, ഹൈ വാട്ടർ കണ്ടന്റ് പോസിബിൾ ആണ്. ഈക്വൽ വോള്യൂം ഓഫ് എയർ ആൻഡ് വാട്ടർ, അപ്പൊ എന്താ? നമുക്ക് വോയിഡ്സിൽ പകുതി പകുതിയാ. അപ്പൊ നമുക്ക് 50% അല്ലേ നമുക്ക് സാച്ചുറേഷൻ വരത്തുള്ളൂ? അതല്ല. ഹൈ വോയിഡ് റേഷ്യോ, ലോ പോറോസിറ്റി. വോയിഡ് റേഷ്യോ ഓക്കെ ഫൈൻ, വോയിഡ്സിന്റെ അളവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു കോമ്പിനേഷൻ നമ്മളെ എന്ത് ബാധിക്കുന്നില്ല? ഡിഗ്രി ഓഫ് സാച്ചുറേഷനെ ബാധിക്കുന്നില്ല. അപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വിച്ച് ഇസ് ലോ എയർ കണ്ടന്റ് ആൻഡ് ഹൈ വാട്ടർ കണ്ടന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്താണ് ഈ സാച്ചുറേഷൻ? അല്ലാതെ വെറുതെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇസ് ഈക്വൽ ടു VW/VB എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കും. 18ാമത്തെ ചോദ്യം നോക്കാം എന്താണ്. Which of the following factors does not affect soil porosity? നമ്മളുടെ സോയിൽ പോറോസിറ്റിനെ അഫക്ട് ചെയ്യാത്തത് ഇവരിൽ ഏതാണ്? അഗെയിൻ ഫോളോയിങ് ഫാക്ടേഴ്സ്, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? നമ്മളുടെ ഓപ്ഷൻസിനുള്ളിൽ കൂടെ പോയേ പറ്റൂ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്താ തന്നേക്കുന്നത്? ഗ്രെയിൻ ഷേപ്പ്. നമ്മുടെ ഗ്രെയിൻസ് റൗണ്ടഡ് ആണെങ്കിൽ നമ്മുടെ ഗ്രെയിൻസ് ആംഗുലർ ആകാം, ഫ്ലേക്കി ആകാം, ഇലോങ്ങേറ്റഡ് ആകാം, പരന്നിരിക്കുന്നു, നീളത്തിലിരിക്കുന്നു, ഉരുണ്ടിരിക്കുന്നു, കൂർത്തിരിക്കുന്നു. അപ്പൊ എന്താ? ഷേപ്പിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? കാരണം എത്ര ലോക്കായിട്ട് എത്രത്തോളം ലോക്കിങ്ങിൽ നമുക്ക് നമ്മുടെ ഗ്രെയിൻസ് അറേഞ്ച്ഡ് ആയിട്ടിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
കോമ്പാക്ഷൻ. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇടിച്ചുറപ്പിക്കുന്നതിനെയാണ് കോമ്പാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നമ്മൾ ഇടിച്ചുറപ്പിക്കാൻ നോക്കുമ്പോൾ പോറോസിറ്റി എന്താ? കുറയും, വോയിഡ്സ് കുറയുമല്ലോ, അതും അഫക്ട് ചെയ്യും. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനും ആരെ അഫക്ട് ചെയ്യും? പോറോസിറ്റി. എന്താ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല്, ഞാനൊരു കൈ നിറച്ച് മണ്ണ് എടുത്തിട്ട് വന്നാൽ അതിനകത്ത് വലിയ വലിയ കല്ലുകൾ ഉണ്ടായിരിക്കും, ഒരു ആവറേജ് സൈസ് ഉണ്ടായിരിക്കും, സ്മോൾ സൈസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവരൊക്കെ നന്നായിട്ട് എല്ലാവരും ഒരേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ പോറോസിറ്റി പൊതുവെ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനും ആരെ അഫക്ട് ചെയ്യും? പോറോസിറ്റിനെ അഫക്ട് ചെയ്യും. സോയിലിന്റെ കളർ ആരെ അഫക്ട് ചെയ്യില്ല? പോറോസിറ്റിനെ അഫക്ട് ചെയ്യില്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? വായിച്ചേ. If the volume of water in a soil sample increases while the volume of voids remains constant, what happens to the degree of saturation? Okay, എന്താ തന്നിരിക്കുന്നത്? എന്റെ സോയിൽ സാമ്പിളിനകത്ത് വോളിയം ഓഫ് വാട്ടർ കൂടുന്നു, വോളിയം ഓഫ് വോയിഡ്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ത് പറ്റും? അഗെയിൻ നമുക്കറിയാം ഡിഗ്രി ഓഫ് സാച്ചുറേഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് അല്ലായിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കുന്നത്? വോളിയം ഓഫ് വാട്ടർ കൂടുന്നു, വോളിയം ഓഫ് വോയിഡ്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഉറപ്പായിട്ടും ന്യൂമറേറ്റർ കൂടി. ന്യൂമറേറ്റർ കൂടുമ്പോൾ നമ്മുടെ പാരാമീറ്ററിനും എന്ത് സംഭവിക്കുന്നു? അതും കൂടുന്നു. സോ ഇൻക്രീസസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചെറിയ പ്രോബ്ലം ആണ്. എന്ത് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സോയിൽ സാമ്പിൾ ഹാസ് എ വാട്ടർ കണ്ടന്റ് W equals 20%, specific gravity of solids 2.65, void ratio 0.5, find the degree of saturation. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. നിങ്ങൾ ഡിപ്ലോമ ലെവൽ എക്സാം ആണ് എഴുതുന്നതെങ്കിലും ബിടെക് ലെവൽ എക്സാം ആണ് എഴുതുന്നതെങ്കിലും ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോ ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പൊ എന്തൊക്കെ ഡേറ്റാസ് തന്നിരിക്കുന്നത്? വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണം. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ഇവരെല്ലാം റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു സേവാഗ്, അല്ലെ? ഇക്വേഷൻ സേവാഗ്, which is SE equals WG. സേവാഗ് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. SE is equal to WG. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് S ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? WG by E എന്ന് എഴുതുന്നു. വാട്ടർ കണ്ടന്റ് 20%, which is 0.2 times G value 2.65 divided by E value 0.5. Yes. അപ്പൊ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പം 2.65ഉം 5ഉം 2ഉം ഇവരൊക്കെ തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പൊ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.53 എന്ന് വരും. WG by E ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻസർ നോക്കാമെന്ന്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വാട്ടർ കണ്ടന്റ് നമ്മൾ ഓപ്ഷൻസിൽ ഒരു ചെറിയ തിരുത്തൽ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ വാല്യൂ 0.5 നോക്കാം. ചെയ്യുമ്പോൾ നമുക്ക് 0.2 times 2.65 divided by 0.5 എന്ന് വരും, which is approximately 1.06 എന്നാണ് വരിക കേട്ടോ. 1.06 എന്ന് വരും, which is not possible ആണ്. സോ നമുക്ക് വാട്ടർ കണ്ടന്റ് മേ ബി നമുക്കൊരു 0.1 ഇട്ട് കൊടുത്താൽ 53 എന്ന് വരും. നമുക്ക് വാട്ടർ കണ്ടന്റിന് 10% എന്ന് കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് ഇസ് 1 ആകും. അപ്പൊ നമുക്ക് ഓപ്ഷൻ വരുന്നത് 53% എന്നാണ് വരിക.
53% നമുക്ക് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ നമ്മൾ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകാൻ നോക്കുക. സോ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ സി സെലക്ട് ചെയ്യാവുന്നതാണ്. 60% സെലക്ട് ചെയ്യും. അതുകൊണ്ട് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. SE is equal to WG. സേവ് ആകുന്ന 21ാമത്തെ ചോദ്യം. What will be the degree of saturation S when a soil is fully submerged under water for a long time? കുറച്ച് മണ്ണെടുത്ത് നമ്മൾ സബ്മേർജ് ചെയ്ത് നിർത്തിയാൽ എത്രയായിരിക്കും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ. ഒരു മണ്ണെടുത്ത് സബ്മേർജ് ചെയ്തിടുക, വെള്ളത്തിനകത്ത് മുക്കി വെച്ചാൽ അതിന്റെ എല്ലാ വോയിഡ്സിനകത്തും വെള്ളം കയറും. എല്ലാ വോയിഡ്സിനകത്തും വെള്ളം കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് എന്ത് സ്റ്റേറ്റിലായിരിക്കും? ഫുള്ളി സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും കാണാൻ പറ്റുന്നത്. 22ാമത്തെ ചോദ്യം. In which case does a soil sample experience the lowest bulk unit weight? ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും ലോവസ്റ്റ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് നമ്മുടെ സോയിലിന് കാണാൻ പറ്റുന്നത്? വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഗാമ ഇസ് ഈക്വൽ ടു W/V എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി അതിന് 2 സ്റ്റേറ്റുകളാകാം നമ്മൾ പറയാറുണ്ട്. ഞാൻ എന്റെ മണ്ണിനെ ഫുള്ളി ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ ടോട്ടൽ വോളിയം എന്ന് എഴുതിയാൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയും. അതേ മണ്ണിനകത്ത് നിറയെ വെള്ളം ഒഴിച്ച് ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കി കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയും, which is W/V അല്ലെ? അപ്പൊ ഇവരിൽ ആരായിരിക്കും ചെറിയ വാല്യൂ? രണ്ടുപേരുടെ വോളിയം സെയിമാ. എന്താ ഇവിടെ വ്യത്യാസം വരുന്നത്? വെയിറ്റിനാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ആരുടെ വെയിറ്റ് ആണ് കുറവ്? നോർമലി നമ്മുടെ ഒരു ഡ്രൈ സോയിലിന്റെ വെയിറ്റ് ആണ് കമ്പാരിറ്റീവ്ലി സ്മോളർ ദാൻ ആരാണ്? നമ്മുടെ സാച്ചുറേറ്റഡ് സോയിൽ. അപ്പൊ ഏത് കേസിലായിരിക്കും നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കിട്ടുന്നത്? which is a completely dry state ഇരിക്കുന്ന മണ്ണ്. Then 23ാമത്തെ ചോദ്യം. If the water table rises to the surface of a soil deposit, what happens to the total unit weight of soil? Okay. ഒരു സോയിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അതിന് മുകളിലേക്ക് വെള്ളം റൈസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വെയിറ്റിന് എന്ത് പറ്റുന്ന ചോദിച്ചേക്കുന്നു. അപ്പൊ ഇതും നിങ്ങളൊന്ന് ചിന്തിച്ചാല് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞൊരു ചോദ്യത്തിനോട് കണക്റ്റഡ് ആണ്. നമ്മുടെ ഗ്രൗണ്ട് ലെവലിന്റെ മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന്റെ അവസ്ഥ എന്താ? അതൊരു സബ്മേർജ്ഡ് കേസ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. സബ്മേർജ്ഡ് കേസിനകത്ത് നമ്മുടെ മണ്ണിനകത്ത് നമ്മുടെ പോർസിനകത്തൊക്കെ എന്താണ്? വാട്ടർ കയറി. സോ വാട്ടർ കയറി കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ എന്തായിരിക്കും പറ്റുക? സബ്മേർജ്ഡ് കണ്ടീഷനായി. സബ്മേർജ്ഡ് കണ്ടീഷൻ ആകുമ്പം എന്താ പറ്റുന്നത്? സപ്പോസ് നമ്മുടെ ഗ്രൗണ്ട് ലെവലിലായിരുന്നു വാട്ടർ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ മണ്ണ് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഇത് വാട്ടർ ടേബിൾ റൈസസ് ടു ദി സർഫസ് ഓഫ് എ സോയിൽ ഡെപ്പോസിറ്റ് ആ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും 3 വാട്ടർ ലെവൽ നമുക്കൊന്ന് നോക്കാം, പരീക്ഷ നോക്കാം. അപ്പൊ ആദ്യത്തെ വാട്ടർ ലെവൽ താഴെയായിരുന്നു. അപ്പൊ വാട്ടർ ലെവൽ താഴെ ആയിരിക്കുമ്പം ഇവിടുത്തെ നമ്മുടെ മണ്ണ് ഡ്രൈ ആണ്. അപ്പൊ ഡ്രൈ ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് വെയിറ്റ് കുറവായിരിക്കും. ഇനി നമ്മുടെ വാട്ടർ ലെവൽ എവിടെ എത്തി? ഗ്രൗണ്ട് ലെവലിലെത്തി. ഗ്രൗണ്ട് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മണ്ണ് എന്ത് കണ്ടീഷനായി? സാച്ചുറേറ്റഡ് ആയി അല്ലെ? അപ്പൊ ഉറപ്പായിട്ടും എന്തായി? കൂടുകയായിരിക്കും ചെയ്യുക. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇൻക്രീസസ് എന്ന് പറയാം. ഇനി ഒരു ചോദ്യം കൂടെ വന്നു എന്ന് വിചാരിക്കാം. വാട്ടർ ടേബിള് റൈസസ് അബവ് ദി സർഫസ് ഓഫ് സോയിൽ ഡെപ്പോസിറ്റ് ആയി എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നു, പ്രളയമൊക്കെ വരുന്ന സമയത്ത് വാട്ടർ ടേബിള് ഗ്രൗണ്ട് ലെവലിനെ മേളിൽ പോകും. അപ്പൊ നമ്മുടെ മണ്ണിന്റെ അവസ്ഥ എന്താ? നമ്മുടെ മണ്ണ് സബ്മേർജ്ഡ് ആണ്. സബ്മേർജ്ഡ് ആകുമ്പോ നോർമലി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ യൂണിറ്റ് വെയിറ്റ് കുറയുവാണ് ചെയ്യുന്നത്. കാരണം ഒരു സാധനം വെള്ളത്തിൽ മുക്കിയിടുമ്പം നമ്മൾ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ പറയാറുണ്ട് അല്ലെ? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു ബിയോയൻസി ഫോഴ്സ് വരും. അപ്പൊ അവിടുത്തെ നെറ്റ് വെയിറ്റ് കുറഞ്ഞു പോകും. നെറ്റ് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഡെൻസിറ്റിയും എന്തായിരിക്കും? കുറവായിരിക്കും. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യം തന്നെ അല്ലെ? സബ്മേർജ്ഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണെന്നാ പറഞ്ഞേക്കുന്നത്? ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡ്രൈ സ്റ്റേറ്റിൽ കുറവാണ്, അതിലും കുറച്ചുകൂടെ കൂടുതലായിരിക്കും സാച്ചുറേറ്റഡ്. ആൻഡ് സബ്മേർജ്ഡ് ആയി കഴിയുമ്പോൾ വീണ്ടും കുറയും. ഓക്കെ.
24ാമത്തെ ചോദ്യം. A soil sample has a degree of saturation 50% and air content 60%. What can be concluded? ഒരു സോയിൽ സാമ്പിളില് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 50%, എയർ കണ്ടന്റ് 60%ആണെങ്കിൽ എന്ത് കൺക്ലൂഡ് ചെയ്യാമെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരുടെ ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കിയാലോ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആയിരുന്നു. എയർ കണ്ടന്റ് വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആയിരുന്നു. നമുക്ക് ഇവരെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? എസ് പ്ലസ് എ സി ചെയ്യാൻ പോവാ. എസ് പ്ലസ് എ സി ചെയ്യുമ്പം രണ്ടുപേരുടെയും ഡിനോമിനേറ്റേഴ്സ് സെയിമാ. അപ്പൊ എനിക്ക് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം അല്ലെ, വോളിയം ഓഫ് വാട്ടറും ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ 3 ഫേസ് ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞ കാര്യമാ. വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് എയറും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ പറയുന്നതായിരുന്നു എന്ത്? വോളിയം ഓഫ് വോയിഡ്സ്. അപ്പൊ വി വി ബൈ വി വി എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ കിട്ടും. എസ് പ്ലസ് എ സി എന്തായിരിക്കണം? 1 ആയിരിക്കണം. അല്ലെങ്കിൽ പെർസെന്റേജിൽ പറഞ്ഞാൽ 100% ആയിരിക്കണം അല്ലെ. ഡിഗ്രി ഓഫ് സാച്ചുറേഷനും എയർ കണ്ടന്റും കൂടെ കൂട്ടുമ്പോൾ 100%. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോയിൽ സാമ്പിളില് 50% ഡിഗ്രി ഓഫ് സാച്ചുറേഷനും 60% എയർ കണ്ടന്റും ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? അല്ലല്ലോ, 100ൽ നിൽക്കില്ല അല്ലെ, 110ലേക്ക് പോകും. വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ എടുത്തു വെച്ച ഡേറ്റ എന്താണ്? ഇൻകറക്റ്റ് ആണ്. സോ ഡേറ്റ ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 25th question ഇതാണ്. If dry unit weight of soil is greater than its saturated unit weight, what can be concluded? Dry unit weight is greater than its saturated unit weight. എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റഡ്ലി പറയാം അല്ലെ. എന്താ? സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റിനെക്കാട്ടിലും ഉറപ്പായിട്ടും എന്തായിരിക്കണം? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കുറവായിരിക്കണം. അപ്പം എനിക്ക് കിട്ടുന്ന നേരെ തിരിച്ചാണെങ്കിൽ ഇതിൽ ഏതായിരിക്കണം കറക്റ്റ് ആൻസർ? ദിസ് ഇസ് നോട്ട് ഫിസിക്കലി പോസിബിൾ അല്ലെ. ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. അല്ലാണ്ട് മണ്ണിന് നെഗറ്റീവ് വോയിഡ് റേഷ്യോ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. സോയിൽ എത്ര ലൂസ് ആയാലും നമുക്ക് പറയാൻ പറ്റില്ല. സോയിൽ ഒരു ക്വിക്ക് സാൻഡ് ആയിട്ട് ബിഹേവ് ചെയ്താലും എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താലും നമുക്ക് ഒരിക്കലും എന്താവില്ല? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗ്രേറ്റർ ദാൻ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്. 26ാമത്തെ ചോദ്യം. അപ്പം ഇനിയുള്ള എക്സാംസിന് ഇങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ച് ചിന്തിച്ച് ശ്രദ്ധിച്ച് വായിച്ചു നോക്കി ട്രൂ ആണോ ഫോൾസ് ആണോ, ഇത് ട്രൂ അത് ഫോൾസ്, ഇത് ഫോൾസ് അത് ട്രൂ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഷുവർ ആയിട്ടും പ്രത്യേകിച്ചും ഒരു ഈ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് സെന്റൻസ് പറയുന്നത് ഇൻ എ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ void ratio remains constant with change in water content. ഞാനൊരു പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എടുക്കുന്നു. അപ്പൊ അതിനകത്ത് ആരൊക്കെയുണ്ട്? എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, സോളിഡ്സ് ഉണ്ട്. അതിന്റെ വോയിഡ് റേഷ്യോ കോൺസ്റ്റന്റ് ആണ്. ഞാൻ വെള്ളത്തിന്റെ അളവ് മാറ്റിയാണ് ആണല്ലോ ഇല്ലേ? നമ്മൾ വെള്ളത്തിന്റെ അളവ് മാറ്റുമ്പോൾ വോയിഡ് റേഷ്യോയ്ക്ക് വ്യത്യാസം വരുന്നില്ല. എന്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കൂടും, എയർ കണ്ടന്റ് കുറയും. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? നമ്മളുടെ അസേർഷൻ, അതായത് നമ്മളുടെ എ എന്ന് പറയുന്ന സെന്റൻസ് ട്രൂ ആണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ച്. ഇൻ സാച്ചുറേറ്റഡ് സോയിൽ മാസ്, നമ്മുടെ സോയിൽ മാസ് സാച്ചുറേറ്റഡ് ആയി, വോയിഡ് റേഷ്യോ ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ വാട്ടർ കണ്ടന്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ വോളിയം ഓഫ് സോളിഡ്സ്. ഈ മണ്ണിനെ ഞാൻ വെള്ളം ഒഴിച്ച് സാച്ചുറേറ്റഡ് ആക്കിയപ്പം അവര് പറയുന്നത് വോയിഡ് റേഷ്യോക്ക് ചേഞ്ച് വന്നു. റീസൺ എന്താ? വാട്ടർ കണ്ടന്റ് ചേഞ്ച് ആയപ്പം വോളിയം ഓഫ് സോളിഡ്സ് ചേഞ്ച് ആയി. അത് അങ്ങനെ ഒരു പോസിബിലിറ്റിയേ ഇല്ല അല്ലെ. ഒരിക്കലും വോളിയം ഓഫ് സോളിഡ്സ് നമുക്ക് ചേഞ്ച് ആവില്ല. വോളിയം ഓഫ് സോളിഡ്സ് ചേഞ്ച് ആവുന്നില്ല. നമ്മൾ സാച്ചുറേറ്റഡ് ആക്കി എന്ന് പറഞ്ഞ് വോയിഡ് റേഷ്യോയ്ക്കും ചേഞ്ച് വരുന്നില്ല.
അപ്പൊ നമുക്ക് ഇത് രണ്ടില് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്, സെക്കൻഡ് ആൻസർ മൊത്തത്തിൽ തെറ്റാണ്. അപ്പൊ നമുക്ക് ഏതാണ് ഓപ്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്? A is true but R is false. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, 27ാമത്തെ ചോദ്യം നോക്കാം. If a saturated soil sample is placed in an oven at 105 degrees Celsius for 24 hours, what remains in the voids after drying? A saturated soil sample 24 hours 105 degrees Celsius ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ റിമെയിൻ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇത് നമ്മൾ എങ്ങനെയാ റിലേറ്റ് ചെയ്യേണ്ടത്? നമ്മള് വാട്ടർ കണ്ടന്റിന്റെ ടെസ്റ്റ് അല്ലെ, ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മള് ഒരു മണ്ണ് എടുത്ത് 24 മണിക്കൂർ 105 ഡിഗ്രി സെൽഷ്യസിൽ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ പറ്റുന്നത്? അതിനകത്തെ വെള്ളമെല്ലാം പോകും. നമ്മുടെ സോയിൽ കംപ്ലീറ്റ്ലി എന്താകും? ഡ്രൈ ആകും. അപ്പൊ കംപ്ലീറ്റ്ലി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഈ ഓപ്ഷനിൽ കാണാൻ പറ്റുന്നത്? ഓൺലി എയർ മാത്രമായിരിക്കും കാണാൻ പറ്റുക. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 28th question. അഗെയിൻ നമ്മൾ മുന്നേ പറഞ്ഞൊരു ചോദ്യം മറ്റൊരു രീതിയിൽ വന്നിരിക്കുന്നു. Volume of a fully saturated soil sample remains constant, but water content decreases. Okay, ഒരു fully saturated soil sample ഉണ്ടായിരുന്നു, അതിന്റെ വോളിയം ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് വാട്ടർ കണ്ടന്റ് കുറയ്ക്കുന്നു. എന്ത് പറ്റും വോയിഡ് റേഷ്യോയ്ക്ക്? എന്തായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞതാ അല്ലെ? എന്താ സംഭവിക്കുന്നത്? നമ്മള് സാച്ചുറേഷൻ മാറ്റുന്ന അനുസരിച്ച് വോയിഡ് റേഷ്യോയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റില്ല. വോയിഡ് റേഷ്യോ എന്തായിട്ട് തന്നെ തുടരും, റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. 28th question ആൻസർ എന്താണ്? റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 29 എന്ന് വായിച്ചു നോക്കാം. If the total volume of a soil mass is doubled while keeping the void ratio constant, what happens to porosity? Okay. If the total volume of a soil mass is doubled while keeping the void ratio constant, what happens to porosity? എന്താ? ടോട്ടൽ വോള്യൂം ഞാൻ ഡബിൾ ചെയ്തു, വോയിഡ് റേഷ്യോ ഞാൻ കോൺസ്റ്റന്റ് ആക്കി തന്നെ തുടർന്നു. പോറോസിറ്റിക്ക് എന്ത് പറ്റും? എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളതാ? പോറോസിറ്റി എൻ എന്ന് പറയുന്നത് എന്താണ്? E/1 + E ആണ് അല്ലെ? അപ്പൊ വോയിഡ് റേഷ്യോ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല? പോറോസിറ്റിയും എന്തായിട്ട് തന്നെ തുടരത്തുള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയായിരിക്കും തുടരുന്നത്. അതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, ബിക്കോസ് വോയിഡ് റേഷ്യോക്ക് ചേഞ്ച് ഇല്ല. എന്താ ചേഞ്ച് വന്ന? ടോട്ടൽ വോളിയത്തിന് ചേഞ്ച് വന്നേ ഉള്ളൂ. ബട്ട് വോയിഡ് റേഷ്യോ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആൻസർ എന്തേ വരാൻ പാടുള്ളൂ? കോൺസ്റ്റന്റ് തന്നെ വരാനായിട്ട് പാടുള്ളൂ. 30ാമത്തെ ചോദ്യം. A soil sample has a porosity of 0.65. What is the maximum possible degree of saturation in percentage? The soil sample porosity 0.65 ആണെങ്കിൽ maximum possible degree of saturation എത്രയാണെന്നാണ് ചോദ്യം. ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാ. പോറോസിറ്റി എന്തും ആയിക്കോട്ടെ, പോറോസിറ്റി എന്തിനാ കാണിച്ചു തരുന്നത്? എത്ര വോയിഡ്സ് ഉണ്ടെന്നല്ലേ കാണിച്ചു തരുന്നത്. ആ വോയിഡ്സിൽ വരാവുന്ന മാക്സിമം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്തൊക്കെയായാലും എത്രയേ ഉള്ളൂ? 100% അല്ലേ വരാൻ സാധ്യതയുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏറ്റവും മാക്സിമം പോസിബിൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് തന്നെയാണ് എപ്പോഴും 100% ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരും. 31ാമത്തെ ചോദ്യം. Which of the following conditions results in the lowest bulk unit weight? Which of the following conditions results
in the lowest bulk unit width. ഇതിൽ ഏത് കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കുറവ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കാണാൻ പറ്റുന്നത്? ഫുള്ളി സാച്ചുറേറ്റഡ് ക്ലേ ആകുമ്പോഴാണോ, പാർഷ്യലി സാച്ചുറേറ്റഡ് ലൂസ് സാൻഡ് ആകുമ്പോഴാണോ, ഒരു ഡ്രൈ ലൂസ് സാൻഡ് ആകുമ്പോഴാണോ, കോമ്പാക്റ്റഡ് ഗ്രാവൽ ആകുമ്പോഴാണോ? ഇതൊന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട ചോദ്യമാണ്. നിങ്ങൾ ഓപ്ഷൻസിൽ കൂടെ പോവുക, ഓരോ ഓപ്ഷൻസും ഒന്ന് നോക്കുക, എന്താ തന്നിരിക്കുന്നത്, എങ്ങനെയാവാൻ സാധ്യതയുണ്ട് എന്ന് നോക്കുക. അപ്പം ഫുള്ളി സാച്ചുറേറ്റഡ്, പാർഷ്യലി സാച്ചുറേറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ വെയിറ്റ് പൊതുവെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് അവരെ ഒഴിവാക്കാം. പിന്നെ ഡ്രൈ ലൂസ് സാൻഡ് ആണോ, കോമ്പാക്റ്റഡ് ഗ്രാവൽ ആണോ? അപ്പൊ നമുക്കറിയാം നമ്മുടെ ബൾക്ക് യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? വെയിറ്റ് ബൈ വോളിയം അല്ലേ? ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന മണ്ണെന്ന് പറയുമ്പോൾ മണ്ണ് കുറവായിരിക്കും അല്ലെ, ഗ്രെയിൻസ് കുറവായിരിക്കുമല്ലോ, അപ്പൊ വെയിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. എന്നാൽ ഒരു കോമ്പാക്റ്റഡ് ഗ്രാവൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം കുത്തി കയറ്റി നിറച്ചു വെച്ചേക്കുക, അപ്പൊ വെയിറ്റ് പൊതുവെ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. അപ്പോ സിയും ഡിയും കമ്പയർ ചെയ്യുമ്പോൾ ഒരേ വോള്യത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിയുടെ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ സി ആയിരിക്കും എപ്പോഴും എന്ത് തരുന്നത്? ഒരു ലോവസ്റ്റ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് തരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മൾ ആ ഓപ്ഷൻസിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഏത് തന്നെയാണ്? ഡ്രൈ ലൂസ് സാൻഡ്. 32ാമത്തെ ചോദ്യം. If a soil has a void ratio is 0.3 E of 3, what does this indicate about the soil structure? സോയിലിന്റെ വോയിഡ് റേഷ്യോ 3 ആണെങ്കിൽ എന്താണ് സോയിൽ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോയിഡ് റേഷ്യോ 3 എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ എന്താ? നമുക്കറിയാം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആ. അത് 3 ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വോളിയം ഓഫ് വോയിഡ്സ് ഓൾമോസ്റ്റ് 3 ടൈംസ് വോളിയം ഓഫ് സോളിഡ്സ് ആയി. സോളിഡ്സിന്റെ 3 ഇരട്ടി സ്പേസസ് ഉണ്ട്, എംപ്റ്റി സ്പേസസ് ഉണ്ട്. എംപ്റ്റി സ്പേസസ് ഒത്തിരി കൂടുതലാണെങ്കിൽ നമുക്ക് ആ മണ്ണിനെ എന്താണെന്ന് പറയാൻ പറ്റും? ഇറ്റ്സ് എക്സ്ട്രീംലി ലൂസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഏതാ വരേണ്ട കറക്റ്റ് ആൻസർ ആയിട്ട്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട്. 33ാമത്തെ ചോദ്യം. A soil has a degree of saturation S is equal to 95% and is slowly compacted. What happens to S? Degree of saturation 95% ആണ്. ഞാൻ സ്ലോലി കോമ്പാക്ട് ചെയ്യുന്നു. ഡിഗ്രി ഓഫ് സാച്ചുറേഷന് എന്ത് പറ്റും എന്നാണ് ചോദ്യം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്താ പറ്റുന്നത്? നമ്മൾ കോമ്പാക്ട് ചെയ്യുന്ന അനുസരിച്ച് കൂടുതൽ വെള്ളത്തിന് പകരം ഗ്രെയിൻസ് ആയിരിക്കും കൂടുതൽ കയറി നിറയുക. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കോമ്പാക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ കോമ്പാക്ഷൻ കൂടി വരുമ്പോഴത്തേക്കും വെള്ളം കൂടി ഇരിക്കേണ്ട സ്ഥലത്തേക്ക് നമ്മളുടെ സോളിഡ് ഗ്രെയിൻസ് കയറിയിരിക്കാനായിട്ട് തുടങ്ങും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ പറ്റുക? നമ്മളുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നോർമലി ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് റീസൺ നമുക്ക് ചിലപ്പോ ഇപ്പൊ പറഞ്ഞാലും നമുക്ക് ക്ലിയർ ആവില്ല. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് കോമ്പാക്ട് ചെയ്താൽ നമ്മുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡിക്രീസ് ചെയ്യാതിരിക്കും ചെയ്യുന്നത്. കോമ്പാക്ഷൻ കർവിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 34ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. A soil sample has a total volume of 500 centimeter cube and contains 300 centimeter cube of solid particles. What is the void ratio E? Okay, ഒരു കുഞ്ഞു പ്രോബ്ലം ആണ്. ഒരു സോയിൽ സാമ്പിളിന്റെ ടോട്ടൽ വോള്യൂം തന്നിട്ടുണ്ട്, 500 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ആൻഡ് അതിൽ 300 സെന്റിമീറ്റർ ക്യൂബ് സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ വോള്യൂം ഓഫ് സോളിഡ്സ് തന്നിട്ടുണ്ട് 300 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ നമ്മള് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു അല്ലെ, ടോട്ടൽ വോള്യൂം എന്ന് പറയുന്ന ആദ്യമൊക്കെ സമ്മായിരുന്നു വോള്യൂം ഓഫ് വോയിഡ്സും വോള്യൂം ഓഫ് സോളിഡ്സും കൂടെ കൂടുന്നതാ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വോള്യൂം ഓഫ് വോയിഡ്സ് എത്രയാന്ന് പറയാൻ പറ്റും? 500ല്
300 സോളിഡ്സ് ആണെങ്കിൽ ബാക്കി 200 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും ആര് നമ്മുടെ വോളിയം ഓഫ് വോയിഡ്സ്. അപ്പൊ വോളിയം ഓഫ് വോയിഡ്സും സോളിഡ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാമല്ലോ. എന്താണ് വോയിഡ് റേഷ്യോയുടെ ഇക്വേഷൻ? ഈസ് ഈക്വൽ ടു VV ബൈ VS. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 200 ബൈ 300 എന്ന് വരും, വിച്ച് ഇസ് 2 ബൈ 3 എന്ന് വരും, which is 0.67. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 35ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. അഗെയിൻ ഒരു പ്രോബ്ലം തന്നെയാണ്. A soil sample has a bulk unit weight of 18 kilonewton per meter cube and a water content of 20%. What is its dry unit weight? Soil sample ബൾക്ക് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. എങ്ങനെയാ ചെയ്യാൻ പറ്റുക? അതും നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ സോയിൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, ഒരു സെക്ഷൻ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഗാമ ഡി. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ബൈ 1 പ്ലസ് W ആണ് അല്ലെ. അപ്പൊ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് 18 ആയിരുന്നു, 1 പ്ലസ് 0.2 എന്ന് വരും, which is 18 divided by 1.2 എന്ന് വരും. അപ്പൊ നമ്മള് സോൾവ് ചെയ്യണം. അപ്പൊ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? നമുക്ക് ഡെസിമൽ ഡിനോമിനേറ്ററിൽ വരണ്ട. അപ്പൊ ഞാൻ താഴെയും മുകളിലും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് കട്ട് ചെയ്യുമ്പം 2 വെച്ച് കട്ട് ചെയ്യാം. അപ്പം 6 വരും, 90 വരും. വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 വരും, 45 വരും. അപ്പൊ 45 by 3 which is എത്രയാണ്? 15 kilonewton per meter cube എന്നാണ് ആൻസർ കിട്ടുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ്, നമുക്ക് സബ്ജക്ട് പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വേണം അല്ലെ. അപ്പം സബ്ജക്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് പൊതുവെ കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളും എളുപ്പമുള്ള ന്യൂമറിക്കൽസും ആണ് ചെയ്യുന്നത്. വരും തോറും നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ആ ഒരു ലെവലൊക്കെ ഇംപ്രൂവ് ചെയ്ത് എത്തേണ്ടതായിട്ടുണ്ട്. 36ാമത്തെ ചോദ്യം ചെയ്താ, the true and apparent specific gravity of a fully saturated soil are 2.7 and 2 respectively. The void ratio of soils. ഇതൊരു ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. ഇമ്പോർട്ടന്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ റീസൺ നമ്മൾ അത്ര എപ്പോഴും പരിചയമുള്ള ഒരു ചോദ്യമല്ല ഇത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. The true and apparent specific gravity of a fully saturated soil are 2.7 and 2 respectively. True specific gravity, apparent specific gravity തന്നിട്ടുണ്ട്. void ratio of soil കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇവിടെ എന്താ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു ടേം കണ്ടിരുന്നു അല്ലെ. എന്തായിരുന്നു സ്പെസിഫിക് ഗ്രാവിറ്റി? നമ്മൾ G വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഗാമ എസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വിളിക്കുക. ഇനി നമ്മൾ നോർമലി നമ്മളുടെ ഡെൻസിറ്റി എപ്പോഴും ഒരു കല്ലിന്റെ ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യാൻ പോകുന്നത്? ചിലപ്പോൾ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റീനെ GM എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി, ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നൊക്കെ പറയാം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ സോളിഡിന്റെ ഡെൻസിറ്റിക്ക് പകരം നമ്മളുടെ മണ്ണിന്റെ ഡെൻസിറ്റി ബൈ ഗാമ W. അപ്പൊ ഇവര് തമ്മിലുള്ള റിലേഷൻ നമ്മൾ കൊണ്ടുവരാൻ പോവാം. ഓക്കെ, ട്രൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2.7 ആ, അപ്പാരന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 ആണ്. വോയിഡ് റേഷ്യോ എങ്ങനെ കിട്ടും? അതും ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിനെ കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിന്റെ കേസിൽ നമ്മുടെ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആരായി മാറും? സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആകുമല്ലോ. ഡിവൈഡഡ് ബൈ ഗാമ W എന്ന് എനിക്ക് എഴുതാമല്ലോ. ഓർ GM is equal to, നമ്മൾ അഗെയിൻ റിലേഷൻ ബിറ്റ്വീൻ സോയിൽ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ഗാമ സാച്ചുറേറ്റഡ് ഒരു ഇക്വേഷൻ പഠിക്കാറുണ്ട്. ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു?
G plus E by 1 plus E, the whole into gamma W divided by gamma W എന്ന് പറഞ്ഞ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുമായിരുന്നു. ഗാമ സാച്ചുറേറ്റഡ് ഇക്വേഷൻ G plus E by 1 plus E into gamma W. അപ്പൊ അതിൽ എന്തൊക്കെ പോയി? ഗാമ W ക്യാൻസൽ ആയി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും? GM ഉം G യും തമ്മിലുള്ള റിലേഷൻ കൊണ്ടുവരാം. അപ്പൊ GM is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? G plus E by 1 plus E എന്ന് എഴുതും അല്ലെ? അങ്ങനെ നമുക്ക് ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പൊ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ GM ന്റെ വാല്യൂ 2 is equal to 2.7 plus E by 1 plus E എന്ന് വരും. ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 1 plus E is equal to 2.7 plus E എന്ന് വരും, which is 2 plus 2E is equal to 2.7 plus E എന്ന് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇയുടെ വാല്യൂ എന്താണെന്ന് കിട്ടും? 0.7. സോ വോയിഡ് റേഷ്യോ എന്താണ്? ഇറ്റ് ഈസ് 0.7. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രോബ്ലം. നമ്മൾ പൊതുവെ അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ടേം എപ്പോഴും നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. അപ്പൊ എങ്ങനെയാണ് ഇൻ കേസ് ക്വസ്റ്റ്യൻ വന്നാൽ ഒരു പ്രോബ്ലം ആയിട്ട് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 37ാമത്തെ ചോദ്യമാണിത്. fully saturated, again ഒരു പ്രോബ്ലം ആണ്. A fully saturated soil sample has a volume of 1000 centimeter cube and a total weight of 19.6 kilonewton. If its dry weight is 16.2 kilonewton, what is the water content? Okay, question ഇതാണ്. ഒരു fully saturated soil sample ന്റെ total volume 1000 centimeter cube ആയിരുന്നു. ടോട്ടൽ വെയിറ്റ് 19.6 kilonewton ആയിരുന്നു. ഇനി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് 16.2 ആണെങ്കിൽ എത്രയാണ് അതിന്റെ വാട്ടർ കണ്ടന്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കാം അതിലേക്ക് ഒന്ന് എത്താൻ പറ്റുക എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്യും. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിളിന്റെ ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ വെയിറ്റും തന്നിട്ടുണ്ട്, ഡ്രൈ വെയിറ്റും തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നേക്കുന്നത്? ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിളിന്റെ ടോട്ടൽ വോളിയം വെയിറ്റ്. അപ്പൊ ടോട്ടൽ W 19.6 kilonewton ആയിരുന്നു. ടോട്ടൽ വോളിയം 1000 centimeter cube ആയിരുന്നു. ഡ്രൈ വെയിറ്റ്, വെയിറ്റ് ഓഫ് സോളിഡ്സ് 16.2 kilonewton ആയിരുന്നു അല്ലെ? ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട യാതൊരു കാര്യമില്ല. എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടുപിടിക്കേണ്ട ആരെയാ? വാട്ടർ കണ്ടന്റ് അല്ലേ? അതാണ് വാട്ടർ കണ്ടന്റ് ഇക്വേഷൻ. വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് അല്ലേ? വളരെ സിമ്പിൾ. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ടാണ് അവിടെ ഒരു ടോട്ടൽ വോളിയം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. വെയിറ്റ് ഓഫ് വാട്ടർ എങ്ങനെ കിട്ടും? 19.6 ടോട്ടൽ വെയിറ്റിൽ നിന്ന് 16.2 വെയിറ്റ് ഓഫ് സോളിഡ്സ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടും. ഡിവൈഡഡ് ബൈ 16.2 ചെയ്യുക. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ 19.6 മൈനസ് 16.2 3.4 by 16.2 ടൈംസ് 100 എന്ന് വരും. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ 340 ഡിവൈഡഡ് ബൈ 16.2 എന്ന് വരും അല്ലെ? or else 3400 by 162 എന്ന് വരും. അപ്പം ഏകദേശം ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 160ന്റെ
20 ടൈംസ് ആണ് 3200 അല്ലെ. അപ്പൊ 20യോട് അടുത്ത് വരുന്ന ഒരു വാല്യൂ ആയിരിക്കണം. 20യോട് അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ ആരാണ്? 21%. അപ്പൊ ചില സിറ്റുവേഷൻസിൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റണം എന്ന് ഇല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. ഏകദേശം അടുത്ത് നിൽക്കുന്ന ആൻസർ ഏതാണെന്ന് നോക്കി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ 38ാമത്തെ ചോദ്യം നോക്കാം എന്താണെന്ന്. Again, ഒരു പ്രോബ്ലം ആണ്. സോയിൽ സാമ്പിൾ ഹാസ് എ വോയിഡ് റേഷ്യോ ഓഫ് 0.6, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 2.65. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ കാണുന്നവര് ക്വസ്റ്റ്യൻ കാണുന്നവര് നിങ്ങളിത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിത് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് 39ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ. A soil sample has a bulk unit weight of 19 kilonewton per meter cube, dry unit weight of 15 kilonewton per meter cube, and specific gravity of 2.65. What is its void ratio? സോയിൽ സാമ്പിളിന്റെ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടാണ് ചോദ്യം. ഇതൊരു ഇത്തിരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അതിന്റെ റീസൺ നമ്മൾ പുതിയൊരു മേ ബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലാത്തവർ വോയിഡ് റേഷ്യോയ്ക്ക് നമ്മളൊരു സ്പെസിഫിക് ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അത് എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡ്രൈ യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ബൾക്കും ഒക്കെ തരുമ്പം നമ്മൾ ഗാമ ഡിക്ക് ഒരു ഇക്വേഷൻ പഠിക്കുമായിരുന്നു, ജി ഗാമ ഡബ്ല്യു ബൈ 1+E അല്ലെ. അപ്പൊ അതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഈ 1+E ഇവിടോട്ട് എടുത്തു. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാകും? ജി ഗാമ ഡബ്ല്യു ബൈ ഗാമ ഡി എന്ന് വന്നു. അപ്പം ഇക്ക് നമ്മൾ ഉറപ്പായിട്ടും കാണാതെ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ജി ഗാമ ഡബ്ല്യു ബൈ ഗാമ ഡി -1. നമുക്ക് പല സിറ്റുവേഷനിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ വോയിഡ് റേഷ്യോന്റെ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. E is equal to G gamma W by gamma D -1. ഇനി നമുക്ക് സിമ്പിൾ എന്തൊക്കെയാ ഇവിടെ തന്നേക്കുന്നത്? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട് 19 kilonewton per meter cube. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട് 15 kilonewton per meter cube. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.65. എന്താ കണ്ടുപിടിക്കേണ്ടത്? E കണ്ടുപിടിക്കണം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ E will be equal to Gയുടെ വാല്യൂ 2.65 into അൺലെസ് അതർവൈസ് സ്പെസിഫൈ ചെയ്യാത്തടത്തോളം നമ്മൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്തായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ? 9.81 ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പൊ ഞാൻ ഇവിടെ 9.81 ഇട്ടു, ഡിവൈഡഡ് ബൈ 15 -1. ഓക്കെ, ഇത് ഒരു ഇച്ചിരി അപ്രോക്സിമേഷന്റെ ഒരു ആവശ്യം വേണ്ടി വരും. അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ അത് 10 ആയിട്ട് അസ്യൂം ചെയ്യുക. അപ്പൊ 26.5/15 എന്നൊക്കെ വരും. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം 1.73 വരും. അപ്പൊ -1 ചെയ്യുമ്പോൾ 0.73. പിന്നെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസം വരാം. അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? 0.77 സെലക്ട് ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം ഒരു ചെറിയ അപ്രോക്സിമേഷൻ മെത്തേഡിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്രോക്സിമേറ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് ചെയ്യുക. അത് എപ്പോഴേ പോസിബിൾ ആകൂ. ഇതുപോലെ കുറച്ചെങ്കിലും ഡിഫറൻസ് ആരൊക്കെ തമ്മിൽ വേണം, ഓപ്ഷൻസ് തമ്മിൽ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അപ്രോക്സിമേഷൻ ശരിയാവൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. യെസ്, അതും ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ എന്താന്ന് കണ്ടോ? The total volume of a soil sample is 1000 centimeter cube and its air filled volume is
200 centimeter cube. If the soil is 70% saturated, what is its void ratio? First നമ്മൾ വായിക്കാം. എന്താണ് given data? Total volume of soil sample 1000 centimeter cube എന്ന് തന്നിട്ടുണ്ട്. Air filled volume 200 centimeter cube ആണ്. 70% നമ്മുടെ മണ്ണ് സാച്ചുറേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ തന്നേക്കുന്ന വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇവിടെ നമ്മൾക്ക് ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട് 1000 centimeter cube. വോളിയം ഓഫ് എയർ തന്നിട്ടുണ്ട് 200 centimeter cube ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 70%. എന്താണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാല് വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണ് 70%, അല്ലെ? അപ്പൊ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. ഇനി നമുക്കിതേ ഇവരെ തമ്മിലൊന്ന് കണക്ട് ചെയ്താൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 1000 ആണ്. അതേപോലെ തന്നെ നമുക്കിത് ഇവിടുന്ന് മറ്റൊരു കാര്യം എഴുതാമല്ലോ. വോളിയം ഓഫ് വാട്ടർ എന്തായിരിക്കണം? 70% ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ആയിരിക്കണമല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബാക്കി 30% വോയിഡ്സിലാണ് ആരുള്ളത്? എയർ ഉള്ളത്, അല്ലെ? അപ്പം 30/100 ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ആണ് 200. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? വോളിയം ഓഫ് വോയിഡ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ 0 പോയി. അപ്പം 0 പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായി? 2000 ഡിവൈഡഡ് ബൈ 3 ആണ് വോളിയം ഓഫ് വോയിഡ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാനത് അങ്ങനെ ഇട്ടു. which is എത്രയായി? 2000 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 666 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മുടെ വോളിയം ഓഫ് വോയിഡ്സ്. അതിൽ 200 എയർ ഉണ്ടെങ്കിൽ ബാക്കി വോളിയം ഓഫ് വാട്ടർ എത്രയായിരിക്കണം? 466 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കണം, അല്ലെ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം, നമുക്ക് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. സോ ഇ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്, which is again 666 ഡിവൈഡഡ് ബൈ നമുക്ക് 1000 മൈനസ് 666 എന്ന് എഴുതാം. സോൾവ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് നോക്കട്ടെ. വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം. നമ്മൾ എവിടെയെങ്കിലും തെറ്റിപ്പോയോ നോക്കട്ടെ. വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 70% ആണ്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ക്വസ്റ്റ്യനില് വോളിയം ഓഫ് സോയില്, എയർ ഫീൽഡ് വോളിയം, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, നമ്മള് മേ ബി ഇത്രയും കറങ്ങി തിരിയണ്ടായിരുന്നു, ഇല്ലേ? അതായത് നമ്മളുടെ 70%, സോറി, നമുക്ക് കുറച്ചും കൂടി ഇത് സിമ്പിൾ ആക്കാമായിരുന്നു. നമുക്കിത് ഇത്തിരി കൂടി ഒന്ന് സിമ്പിൾ ആക്കാം. ഞാൻ ഇത്തിരി നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കിയെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് മറ്റൊരു രീതി ചെയ്താല് ടോട്ടൽ വോളിയം 1000 സെന്റിമീറ്റർ ക്യൂബ്, 70% ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഉണ്ട്, അല്ലെ? അപ്പൊ അതിൽ നമുക്ക് എയർ കണ്ടന്റ് കണ്ടുപിടിക്കാമല്ലോ. എയർ കണ്ടന്റ് എത്രയായിരിക്കും? 30% ആയിരിക്കുമല്ലോ. ഈ എയർ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത് വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് അല്ലായിരുന്നോ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? വോളിയം ഓഫ് എയർ നമുക്ക് 200 തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ വി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30% കിട്ടും. 30/100 കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? വോളിയം ഓഫ് വോയിഡ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ മുമ്പ് ചെയ്ത സെയിം മെത്തേഡ് വോളിയം ഓഫ് വോയിഡ്സ് നിങ്ങൾക്ക് 666 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. പല രീതിയിൽ ഒരേ പ്രോബ്ലം ചെയ്യാം നമുക്ക്. ഇനി വോളിയം ഓഫ് സോളിഡ്സ് എടുക്കുമ്പോൾ മുന്നേ ചെയ്ത പോലെ തന്നെ 1000 മൈനസ് 666 എന്ന് കിട്ടും.
which is 333 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വോയിഡ് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വോയിഡ് റേഷ്യോന്റെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷനില് 2 ആയിരുന്നു വരേണ്ടത്. 2 എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കണമായിരുന്നു. 2 ഓപ്ഷനിലുണ്ടെങ്കിൽ നമുക്ക് VV/VS ചെയ്യാൻ പറ്റും, which is 600, 666 by 333 എന്ന് വരും, which is equal to 2 എന്ന ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ രീതി ചെയ്താലും നമുക്ക് 2 തന്നെയാണ് വരുന്നത്. ഓപ്ഷനിൽ 2 ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മേ ബി അത് പോറോസിറ്റി ആയിരിക്കണം ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. അപ്പോ ഇതേപോലെ ഓപ്ഷൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരുന്നാലും മതി, നമ്മൾ ശരിക്കുള്ള എക്സാമിനാണെങ്കിലും, ബിക്കോസ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആകും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി പോർഷൻസും ആയിട്ട് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ കമ്മിങ് ചാപ്റ്റേഴ്സും ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.